ആധാർ കാർഡുള്ള എല്ലാവരും നിർബന്ധമായും അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട അറിയിപ്പുകളാണ് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. രാജ്യത്തെ ഓരോ പൗരൻ്റെയും ഏറ്റവും വലിയ തിരിച്ചറിയൽ രേഖയാണ് ഇന്ന് ആധാർ കാർഡ്. ഒരു ബാങ്ക് അക്കൗണ്ട് തുറക്കണമെങ്കിൽ, ഒരു മൊബൈൽ സിം കാർഡ് എടുക്കണമെങ്കിൽ, ഒരു വാഹനമല്ലെങ്കിൽ ഭൂമി വാങ്ങണമെങ്കിൽ എല്ലാം ആധാർ കാർഡ് നൽകേണ്ടി വരുന്നു. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ആനുകൂല്യങ്ങളും സേവനങ്ങളുമെല്ലാം ലഭിക്കുന്നതിന് ആധാർ കാർഡ് നൽകൽ നിർബന്ധമാക്കിയിരിക്കുകയാണ്. കേന്ദ്ര സർക്കാർ കർഷകർക്ക് PM കിസാൻ സമ്മാൻ നിധി പദ്ധതിയിൽ നിന്നും 4 മാസം കൂടുമ്പോൾ 2000 രൂപ വീതം നൽകുന്നത് അവരുടെ ബാങ്ക് അക്കൗണ്ട് നമ്പറിലേക്കല്ല, പകരം DBT സംവിധാനം വഴി അവരുടെ ആധാർ നമ്പർ അടിസ്ഥാനമാക്കിയാണ്. അതിനാൽ കർഷകരുടെ ആധാറുമായി ലിങ്ക് ചെയ്ത ഏതെങ്കിലും ബാങ്ക് അക്കൗണ്ടിൽ തുക വന്നു ചേരും. കേരള സർക്കാരിൻ്റെ ഏറ്റവും വലിയ ക്ഷേമ പദ്ധതിയായ സാമൂഹ്യ സുരക്ഷാ പെൻഷനുകൾ മാസം 1600 വീതം വിതരണം ചെയ്യുന്നതും ആധാർ അധിഷ്ഠിതമായ പെൻഷൻ പട്ടിക പ്രകാരമാണ്. 2024 ജൂൺ 25 മുതൽ ഓഗസ്റ്റ് 24 വരെയുള്ള 2 മാസത്തിനുള്ളിൽ സംസ്ഥാനത്തെ 60 ലക്ഷത്തോളം വരുന്ന ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കളോട് അക്ഷയ കേന്ദ്രങ്ങളിൽ ആധാർ കാർഡുമായി ചെന്ന് മസ്റ്ററിംഗ് ചെയ്യുവാൻ സർക്കാർ ഇപ്പോൾ ആവശ്യപ്പെട്ടിരിക്കുകയാണ്. കഴിഞ്ഞ വർഷത്തിൽ ഇതുപോലുള്ള മസ്റ്ററിംഗ് സമയത്ത് ആധാർ കാർഡിലെ വിവരങ്ങളുമായി മാച്ച് ചെയ്യാത്തതിനാൽ പലരുടെയും മസ്റ്ററിംഗ് പരാജയപ്പെട്ടിരുന്നു. അതിന് കാരണം വർഷങ്ങൾ കഴിയുമ്പോൾ നമ്മുടെ വിരലടയാളവും മറ്റും മങ്ങുകയോ ചെറിയ മാറ്റം വരികയോ ചെയ്യുന്നത് മൂലമാകും. അതുപോലെ നമ്മുടെ അഡ്രസ്, പേര്, ഫോൺ നമ്പർ, ഇമെയിൽ തുടങ്ങിയ വിവരങ്ങളിലും വർഷങ്ങൾ കഴിയുമ്പോൾ മാറ്റങ്ങൾ വന്നേക്കാം. ഇങ്ങനെയുള്ള മാറ്റങ്ങളെല്ലാം അപ്ഡേറ്റ് ചെയ്ത് രാജ്യത്തെ ആധാർ വിവരങ്ങളുടെ ഡാറ്റയുടെ കൃത്യത നിലനിർത്തുവാനായി കേന്ദ്ര സർക്കാരിൻ്റെ UIDAIയുടെ ഭാഗത്തു നിന്നും നിർണായകമായ ഒരു നിർദ്ദേശം വന്നിട്ടുണ്ട്. ആധാർ കാർഡ് ലഭിച്ചവർ മാറ്റങ്ങളൊന്നും ഇല്ലെങ്കിൽ പോലും 10 വർഷത്തിലൊരിക്കൽ നിങ്ങളുടെ ഐഡന്റിറ്റി പ്രൂഫ്, അഡ്രസ് പ്രൂഫ് രേഖകൾ അപ്ലോഡ് ചെയ്ത് ആധാർ വിവരങ്ങൾ അപ്ഡേറ്റ് ചെയ്യണം. നിങ്ങളുടെ അഡ്രസ്സിൽ വരുന്ന മാറ്റങ്ങൾക്കനുസരിച്ച് നിങ്ങൾ എപ്പോൾ വേണമെങ്കിലും ആധാർ അപ്ഡേറ്റ് ചെയ്യാവുന്നതാണ്. പക്ഷേ ഏറ്റവും കുറഞ്ഞത് 10 വർഷത്തിലേറെ പഴക്കമുള്ളതും ഒരിക്കലും അപ്ഡേറ്റ് ചെയ്യാത്തതുമായ ആധാർ കാർഡ് വിവരങ്ങൾ പുതുക്കണമെന്നാണ് കേന്ദ്ര സർക്കാർ ഭാഗത്തു നിന്നും നിർദ്ദേശം വന്നിരിക്കുന്നത്. സൗജന്യമായി ആധാർ പുതുക്കുന്നതിനുള്ള സമയപരിധി കേന്ദ്ര സർക്കാർ ഇപ്പോൾ നീട്ടി നൽകിയിട്ടുമുണ്ട്. 2024 സെപ്റ്റംബർ 14 വരെ ആധാർ വിവരങ്ങൾ സൗജന്യമായി പുതുക്കാം. സൗജന്യമായി ആധാർ പുതുക്കാൻ കഴിയുക മൈ ആധാർ പോർട്ടൽ വഴി മാത്രമാണ്. ഓഫ്ലൈനായി ആധാർ കേന്ദ്രത്തിലെത്തി പുതുക്കുവാൻ 50 രൂപ ഫീസ് നൽകണം. പേര്, ജനനത്തീയതി, വിലാസം മുതലായ വിവരങ്ങളാണ് ഓൺലൈനായി തിരുത്തുവാൻ സാധിക്കുക. നിങ്ങളുടെ ഫോട്ടോ, കൈവിരലുകളുടെ ബയോമെട്രിക്, കണ്ണുകളിലെ ഐറിസ് തുടങ്ങിയ വിവരങ്ങൾ അപ്ഡേറ്റ് ചെയ്യണമെങ്കിൽ ആധാർ സേവാ കേന്ദ്രങ്ങളിലോ അക്ഷയ കേന്ദ്രങ്ങളിലോ പോവുകയും ഫീസ് നൽകുകയും ചെയ്യണം. നിങ്ങളുടെ പുതുക്കിയ വിവരങ്ങളുടെ തെളിവിനായി ആവശ്യമായ രേഖകൾ വ്യക്തികൾ സമർപ്പിക്കേണ്ടതുണ്ട്. അഡ്രസ് പ്രൂഫിനായി ഇലക്ട്രിസിറ്റി ബിൽ, വാട്ടർ ബിൽ, പാസ്പോർട്ട്, ബാങ്ക് പാസ്ബുക്ക്, റേഷൻ കാർഡ്, പാൻ കാർഡ്, ഡ്രൈവിംഗ് ലൈസൻസ് ഇവയിൽ ഏതെങ്കിലും ഉപയോഗിക്കാവുന്നതാണ്. അക്ഷയ കേന്ദ്രങ്ങൾ വഴിയും ആധാർ കേന്ദ്രങ്ങൾ വഴിയും നിങ്ങൾക്ക് അപ്ഡേറ്റ് ചെയ്യുവാൻ കഴിയും. 50 രൂപയാണ് ഇവിടങ്ങളിൽ ആധാർ അപ്ഡേറ്റിന് ഫീസ്. അടുത്ത ആധാർ അറിയിപ്പ് മുതിർന്നവർക്ക് മാത്രമല്ല കുട്ടികൾക്കും UIDAI ആധാർ കാർഡ് നൽകുന്നുണ്ട്. 5 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് നൽകുന്ന ആധാർ കാർഡിനെ ബ്ലൂ ആധാർ അല്ലെങ്കിൽ ബാൽ ആധാർ എന്നാണ് പറയുന്നത്. സ്കൈ ബ്ലൂ കാർഡിൽ നീല നിറത്തിലുള്ള അക്ഷരത്തിലാണ് ഇത് പ്രിന്റ് ചെയ്യുന്നത്. കുട്ടികൾക്ക് 5 വയസ്സാകുന്നത് വരെയാണ് ഈ കാർഡിന് നിയമസാധുതയുള്ളത്. 5 വയസ്സിന് ശേഷം ഇത് അസാധുവാകുന്നതായിരിക്കും. യൂണിക് ഐഡന്റിഫിക്കേഷൻ അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ വെബ്സൈറ്റിലൂടെ തന്നെയാണ് ബാൽ ആധാറിനും അപേക്ഷിക്കേണ്ടത്. www.uidai.gov.in എന്ന വെബ്സൈറ്റിൽ മൈ ആധാർ ക്ലിക്ക് ചെയ്ത് അപ്പോയിൻമെൻറ്റ് ബുക്ക് ചെയ്ത ശേഷം ചൈൽഡ് ആധാർ എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കുട്ടിയുടെ പേരടക്കമുള്ള വിവരങ്ങൾ, മാതാപിതാക്കളുടെ ഫോൺ നമ്പർ, മാതാപിതാക്കളുടെ ബയോമെട്രിക് വിവരങ്ങൾ എന്നിവയാണ് രേഖപ്പെടുത്തേണ്ടത്. മാതാപിതാക്കളുടെ ആധാർ കാർഡിനൊപ്പം കുട്ടിയുടെ ബർത്ത് സർട്ടിഫിക്കറ്റും നൽകണം. കുട്ടിയുടെ വാക്സിനേഷൻ, പഠനം, സ്കോളർഷിപ്പ് തുടങ്ങി എല്ലാ കാര്യങ്ങൾക്കും ഇന്ന് ആധാർ കാർഡ് അനിവാര്യമാണ്. 5 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് പാസ്പോർട്ടിന് അപേക്ഷിക്കണമെങ്കിലും ബാലാധാർ നിർബന്ധമാണ്. ഇതുകൂടാതെ 5 വയസ്സായ കുട്ടികൾക്കും 15 വയസ്സായ കുട്ടികൾക്കും നിർബന്ധിത പുതുക്കൽ UIDAI ഏർപ്പെടുത്തിയിട്ടുണ്ട്. പ്രായം കൂടുന്നതനുസരിച്ച് ഇവരുടെ രൂപത്തിൽ മാറ്റങ്ങൾ ഉണ്ടാകും. അതുകൊണ്ടാണ് ഫോട്ടോ ഉൾപ്പെടെയുള്ളവ മാറ്റി നൽകണമെന്ന് പറയുന്നത്. ഫോട്ടോയും ബയോമെട്രിക് ഓതന്റിഫിക്കേഷനും പുതുക്കാറുണ്ട്. ഈ 2 കാര്യങ്ങളും കൃത്യമായി 5-ാം വയസ്സിലും 15-ാം വയസ്സിലും പുതുക്കേണ്ടതാണ്. 5-ാം വയസ്സിൽ സാധിച്ചില്ലെങ്കിൽ 2 വർഷം ഇളവുണ്ട്, അതായത് 7 വയസ്സ് വരെ. അതുപോലെ 15-ാം വയസ്സിൽ സാധിച്ചില്ലെങ്കിൽ 17 വയസ്സ് വരെ സമയം അനുവദിക്കാറുണ്ട്. ഈ രീതിയിൽ ഫോട്ടോയും ബയോമെട്രിക്കും പുതുക്കിയാൽ മാത്രമേ ആധാർ കാർഡുകൾ വാലിഡായി മാറുകയുള്ളൂ. വളരെ പ്രധാനപ്പെട്ട ഈ ഇൻഫോർമേഷൻ മറ്റുള്ളവർക്കും ഷെയർ ചെയ്ത് നൽകുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.